ഹലോ നമസ്കാരം എല്ലാവർക്കും ലേൺ ഫിസിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നത് തേർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പഠിക്കുന്നത് പ്രധാനമായിട്ടും ടെമ്പറേച്ചറിനെ കുറിച്ചിട്ടാണ്. തേർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചറാണ് ആദ്യം പഠിക്കുന്നത്. നമുക്കറിയാം ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ്, കെൽവിൻ. ഈ മൂന്ന് സ്കെയിലുകളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് അല്ലേ. സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് പിന്നെ അതുപോലെ കെൽവിൻ. ഇത്രയും മൂന്ന് സ്കെയിൽസാണ് നമ്മൾ ഏതിനകത്ത് ഉപയോഗിക്കുന്നത്, ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കിതിലെ സെൽഷ്യസ് സ്കെയിലിനകത്തറിയാം നമ്മൾ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ഐസ് പോയിൻ്റ് എന്ന് പറയുന്നത്. ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ്. അത് ഫാരൻഹീറ്റിൽ പറയുമ്പോൾ 32 ഡിഗ്രി ഫാരൻഹീറ്റും ഇവിടെ 212 ഡിഗ്രി ഫാരൻഹീറ്റും ആയിരിക്കും. ഈ സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തമ്മിലുള്ള ഐസ് പോയിൻ്റ്, ബോയിലിംഗ് പോയിൻ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്ക്. ഇത് വൺ വേർഡായിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, നമ്മൾ ഡിഗ്രി സെൽഷ്യസിൽ പറയുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ്, ബോയിലിംഗ് പോയിൻ്റ് ആണ് ഈ 100. ഇത് 32 ഡിഗ്രി ഫാരൻഹീറ്റും ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 212 ഡിഗ്രി ഫാരൻഹീറ്റും. ഇനി എങ്ങനെയാണ് നമുക്ക് സെൽഷ്യസിനെ ഫാരൻഹീറ്റിലോട്ട് മാറ്റാൻ കഴിയുന്നതെന്നുള്ളത്, അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് TF - 32 ഡിവൈഡഡ് ബൈ 180 ഈക്വൽസ് TC ബൈ 100. അപ്പോൾ ഇതാണ് ഈ ഫാരൻഹീറ്റ് സെൽഷ്യസ് സ്കെയിലിലോട്ട് മാറ്റാനുള്ള ഇക്വേഷൻ. ഇങ്ങനെ ഓർത്ത് വെച്ചേക്കുക. TF - 32 ഡിവൈഡഡ് ബൈ 180 ഈക്വൽസ് TC ബൈ 100. ഇതിനെ നമ്മൾ സോൾവ് ചെയ്തെടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം 5/9 ഇൻറ്റു TF - 32 ഈക്വൽസ് TC. ഈ ഫോർമുല വേണേൽ ഡയറക്റ്റായിട്ട് ഇതിലോട്ട് അപ്ലൈ ചെയ്യാം, അത് കുഴപ്പമില്ല. അപ്പോൾ അടുത്ത് നമ്മൾ കെൽവിൻ സ്കെയിലിൽ നമ്മൾ നോക്കി, ഇവിടെ പ്രഷർ, ഇത് ടെമ്പറേച്ചർ. അങ്ങനെ പ്രഷർ 0 കുറച്ച് കൊണ്ടുവന്ന് പ്രഷർ 0 ആയി കഴിയുമ്പോഴത്തേക്കും ഇവിടെ -273.15 ഡിഗ്രി സെൽഷ്യസിലെത്തുമ്പോഴത്തേക്കും ഈ പ്രഷർ എന്ന് പറയുന്നത് 0 ആകും. ഓക്കെ, അല്ലാതെ ഒരു നോർമൽ നമ്മൾ പ്രാക്ടിക്കലി ആലോചിക്കുകയാണെങ്കിൽ പ്രഷർ ഒരിക്കലും 0 ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പ്രഷറിനെ നമ്മൾ ഇവിടെ ഈ ടെമ്പറേച്ചറിൽ എത്തുമ്പോഴത്തേക്കും മിനിമം പ്രഷർ ആയിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ അതിനെ കുറച്ച് 0 പ്രഷർ എത്തുകയാണെങ്കിൽ അപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറാണ് -273.15 ഡിഗ്രി സെൽഷ്യസ്. ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അബ്സല്യൂട്ട് 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്, -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ് അബ്സല്യൂട്ട് 0. അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ സെൽഷ്യസ് സ്കെയിലിനെ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ 273 ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ കെൽവിൻ സ്കെയിലിലോട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടാനായിട്ട് സെൽഷ്യസ് സ്കെയിലിനോട് ഉള്ളതിന് കൂടെ 273 ആഡ് ചെയ്താൽ നമുക്കതിനെ എന്തിലോട്ട് മാറ്റാം, കെൽവിൻ സ്കെയിലിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി അടുത്ത് നമ്മളിവിടെ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തേർമൽ എക്സ്പാൻഷൻ. ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്തുമാത്രമാണ് സബ്സ്റ്റൻസ് എക്സ്പാൻഡ് ചെയ്യുന്നത്. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്ത് രീതിയിൽ അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ വോള്യൂം ഇൻക്രീസ് ചെയ്യാം. അങ്ങനെ പലതരത്തിൽ തേർമൽ എക്സ്പാൻഷൻ നടക്കാം. അപ്പോൾ തേർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ΔL/L ഇൻറ്റു ΔT. ഓക്കെ, അതിനെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് തേർമൽ എക്സ്പാൻഷൻ ഇൻ ദ കേസ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ നടക്കുകയാണെങ്കിൽ. ഇഫ് ദ ലെങ്ത് ഇസ് വേരിയിങ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് പറയാം ലീനിയർ എക്സ്പാൻഷൻ. അപ്പോൾ ആ സമയത്ത് ആ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ടോട്ടൽ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പം നമുക്ക് അടുത്ത് നോക്കാനുള്ളത് തേർമൽ എക്സ്പാൻഷൻ. ഇപ്പോൾ തേർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യം ലീനിയർ എക്സ്പാൻഷൻ എടുക്കുകയാണ് എങ്കിൽ, ലീനിയർ എക്സ്പാൻഷൻ്റെ കേസിൽ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത്, ടോട്ടൽ ലെങ്ത് ഓഫ് ദ മെറ്റീരിയലിൻ്റെ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ അവിടെ കൊടുക്കുന്ന ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് ഈ ΔL എന്ന് പറഞ്ഞാൽ ആൽഫ ഇൻറ്റു L ഇൻറ്റു ΔT. അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ΔL/L ഇൻറ്റു ΔT. ഇതിനെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്.
ആൽഫ. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷനെ നമ്മൾ ബീറ്റ എന്ന് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ എങ്ങനെ എഴുതാം? ഡെൽറ്റ എ ബൈ എ ഇൻറ്റു ഡെൽറ്റ ടി. ഇതെല്ലാം ഒരേ രീതിയിലാണ് പോകുന്നത്. ഇനി വോള്യൂം എക്സ്പാൻഷൻ ഗാമ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ഇൻറ്റു ഡെൽറ്റ ടി. ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വോള്യൂം എക്സ്പാൻഷൻ. അതുപോലെ തന്നെ ഈ ഓരോ കാര്യങ്ങളും അതായത് പരസ്പരം റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. ആൽഫ ഇസ് ടു ബീറ്റ ഇസ് ടു ഗാമ എന്ന് പറഞ്ഞാൽ അതെന്താണ്? 1:2:3 എന്നാണ്. ഓക്കെ, ആൽഫ ഇസ് ടു ബീറ്റ ഇസ് ടു ഗാമ. അതായത് നമുക്ക് ഡിഫൈൻ ചെയ്യാം, ബീറ്റ എന്ന് പറഞ്ഞാൽ 2 ആൽഫ ആണെന്നും ഗാമ എന്ന് പറഞ്ഞാൽ 3 ആൽഫ ആണെന്നും നമുക്ക് റിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ എക്സ്പാൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്ക് ആൽഫയുടെ വാല്യൂസ് എല്ലാം എന്താണെന്ന്. ഓക്കെ, അപ്പോൾ തേർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് റൈസ് ഇൻ ടെമ്പറേച്ചറിന് എന്തുമാത്രമാണ് അതിൻ്റെ ഏരിയയിൽ അല്ലെങ്കിൽ ലെങ്ത്തിൽ അല്ലെങ്കിൽ വോള്യത്തിൽ വരുന്ന വ്യത്യാസം, എത്രമാത്രം ഫ്രാക്ഷൻ വ്യത്യാസം വന്നിട്ടുണ്ട് യൂണിറ്റ് റൈസ് ഇൻ ടെമ്പറേച്ചർ എന്ന് കണ്ടുപിടിക്കുന്നതാണ് ലീനിയർ ഏരിയൽ വോള്യൂം എക്സ്പാൻഷൻ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ സ്പെസിഫിക് ഹീറ്റ്. ഓക്കെ, അതായത് ആദ്യം ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് പഠിച്ചു. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. amount of heat energy required to raise the temperature by 1 degree Celsius. 1 degree Celsius ടെമ്പറേച്ചർ ഉയർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുമാത്രം ഹീറ്റ് എനർജി വേണം? 1 degree Celsius ടെമ്പറേച്ചർ ഒരു സബ്സ്റ്റൻസിൻ്റെ ഉയർത്താനായിട്ട് എന്തുമാത്രം ഹീറ്റ് വേണം എന്നുള്ളതിനെയാണ് എന്ത് പറയുന്നത്? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. 1 degree Celsius ടെമ്പറേച്ചർ കൂട്ടാനായിട്ട് നമുക്ക് എന്തുമാത്രം ഹീറ്റ് വേണം? To raise the temperature by 1 degree Celsius, how much heat energy is required? That is called a heat capacity. Okay, ഇനി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കിലോഗ്രാം മാസിനകത്ത് 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂട്ടാനായിട്ട് എന്തുമാത്രം ഹീറ്റ് എനർജി വേണം? അതിനെയാണ് എന്ത് പറയുന്നത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? 1/m ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്നാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അതായത് അപ്പോൾ യൂണിറ്റ് റൈസ് ഓഫ് ടെമ്പറേച്ചറിന് എന്തുമാത്രമാണ്, അതായത് ഒരു ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ അതല്ലെങ്കിൽ 1 കെൽവിൻ ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ എന്തുമാത്രം ഹീറ്റ് എനർജി നമ്മൾ ഉപയോഗിക്കണം ഫോർ 1 കിലോഗ്രാം മാസ്. 1 കിലോഗ്രാം മാസിന് വേണ്ടിയിട്ട് 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുമാത്രം ഹീറ്റ് എനർജി ഉപയോഗിക്കണം? അതിനെയാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. To raise the 1 kilogram mass to raise the temperature by 1 degree Celsius, how much heat energy is required? That is called a specific heat capacity. പിന്നെ അടുത്ത് പറയുന്നത് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അതെന്തായിരിക്കും? ഒരു മോൾ സബ്സ്റ്റൻസിന്, അതായത് 1/μ ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്നാണ്. അതായത് ഒരു മോൾ സബ്സ്റ്റൻസിന് 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉയർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ 1 കെൽവിൻ ടെമ്പറേച്ചർ ഉയർത്താനായിട്ട് എന്തുമാത്രം ഹീറ്റ് എനർജി വേണം? അതിനെയാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ യൂണിറ്റ് ഓർത്ത് വെച്ചേക്കുക. ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ പെർ കെൽവിൻ ഓർ ജൂൾ പെർ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നതായിരിക്കും. ഇവിടെയാണെങ്കിലോ ജൂൾ പെർ കെൽവിൻ ജൂൾ പെർ കെൽവിൻ പെർ കിലോഗ്രാം. ഇവിടെ ആണെങ്കിലോ ജൂൾ പെർ മോൾ പെർ കെൽവിൻ. ഓക്കെ, എങ്ങനെയാണ് അതനുസരിച്ചിട്ട് എഴുതുക? ഓക്കെ, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി. 1/m ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. 1/μ ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അതായത് അപ്പോൾ ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി തന്നെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറും കോൺസ്റ്റൻറ്റ് വോള്യൂം ഉണ്ട്. അതായത് നമ്മളൊരു കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. CP എന്ന് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന C എന്ന യൂണിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ CP എന്ന് പറയും.
ഇനി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യൂമാണ് കണ്ടുപിടിക്കുന്നതെങ്കിലോ അതിനെ CV എന്ന് പറയും. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു മേയേഴ്സ് റിലേഷൻ നമ്മൾ അടുത്ത തെർമോഡൈനാമിക്സ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. എന്താ അത്? CP - CV = R. ഓർക്കുന്നുണ്ടല്ലോ. ഇനി അതുപോലെ തന്നെ നമ്മൾ തേർമൽ എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. അതായത് നമ്മൾ സാധാരണ എല്ലാ സബ്സ്റ്റൻസും എല്ലാ ഫ്ലൂയിഡ്സും നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ, അതായത് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ സൈസ് എക്സ്പാൻഡ് ചെയ്യുകയും തണുപ്പിക്കുമ്പോൾ അത് കൺട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുകയാണെങ്കിൽ മാത്രം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ, അതായത് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരുമ്പോൾ വൈൽ വി ആർ ഡിക്രീസിങ് ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ടിൽ 4 degrees Celsius, ഒരു 4 degrees Celsius വരെ അതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു വരും, അതിൻ്റെ വോള്യൂമും കുറഞ്ഞു വരും. അതായത് ഇപ്പോൾ 100 degrees Celsius നിന്ന് 4 degrees Celsius നമ്മൾ ആക്കി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ വോള്യൂം കുറഞ്ഞു വരും. ആ വോള്യൂം കുറഞ്ഞ് 4 degrees Celsius കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് എക്സ്പാൻഡിങ്. ഓക്കെ, ആ സാധാരണ ടെമ്പറേച്ചർ കുറയുമ്പോൾ സബ്സ്റ്റൻസിൻ്റെ വോള്യൂം കുറയുകയാണ് ചെയ്യുന്നത്. എന്താ, ടെമ്പറേച്ചർ കുറയുമ്പോൾ വോള്യൂം കുറയും. പക്ഷേ വാട്ടറിന് ഉള്ളൊരു പ്രത്യേകതയാണ് 4 degrees Celsius കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ടെമ്പറേച്ചർ കുറച്ചാൽ എന്താ സംഭവിക്കുക? വോള്യൂം ഇൻക്രീസ് ചെയ്യും. അതിനെയാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ says that water will decrease the volume until 4 degrees Celsius, and after 4 degrees Celsius if we are decreasing the temperature then the volume will increase. That is called anomalous expansion of water. അപ്പോൾ അത് ആ ഒരു പ്രോപ്പർട്ടിയാണ് ഈ നല്ല തണുത്ത രാജ്യങ്ങളിലെല്ലാം ഈ നമ്മുടെ വാട്ടർ ആനിമൽസ് അല്ലെങ്കിൽ വാട്ടർ അക്വാട്ടിക് ലൈഫ് എങ്ങനെയാണ് പ്രസൻ്റ് ആയിരിക്കുന്നത് എന്നുള്ളത്. എല്ലാം കൂടെ തണുത്ത രാജ്യങ്ങളാകുമ്പോഴത്തേക്കും ഫുൾ ഫ്രീസായി ഐസായി കിടക്കേണ്ടതല്ലേ, പക്ഷെ അതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, അപ്പോൾ അക്വാട്ടിക് ലൈഫ് ഹൗ ഇറ്റ് ഈസ് എക്സിസ്റ്റിംഗ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അകത്തുള്ള ജീവജാലങ്ങൾ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? കാരണം നമ്മളിപ്പോൾ ടെമ്പറേച്ചർ നല്ലോണം കുറച്ച് 4 degrees Celsius ആകുമ്പോൾ എന്ത് ചെയ്യും? വോള്യൂം പിന്നെ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. വോള്യൂം എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും അതെന്ത് പറ്റും? ഡെൻസിറ്റി കുറഞ്ഞിട്ട് ആ സംഭവം ആ 4 degrees Celsius താഴെയുള്ള വാട്ടർ എന്ത് ചെയ്യും? മുകളിലോട്ട് പോകും അല്ലേ? ഡെൻസിറ്റി അവിടെ കുറയുകയാണ്. ഡെൻസിറ്റി കുറയുമ്പോൾ അത് മുകളിൽ വന്ന് നിൽക്കും. അപ്പോൾ ഇവിടെയുള്ള ഏതാണ് അക്വാട്ടിക് റീജിയൻ, അതായത് പോണ്ടാണോ അല്ലെങ്കിൽ റിവറാണോ ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ മേലത്തെ ഭാഗം അത്രയും ഐസ് നിറഞ്ഞിരിക്കും, താഴത്തോട്ട് വെള്ളം തന്നെ കാണും. കാരണം എന്താണ്? 4 degrees Celsius കഴിഞ്ഞാൽ വോള്യൂം കൂടുന്ന കാരണം ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറയുമ്പോൾ ഡെൻസിറ്റി കുറഞ്ഞ സാധനം മുകളിൽ കിടക്കും. അപ്പോൾ ഐസ് എത്തുന്നതിന് മുന്നേ ഐസ് എല്ലാം എവിടെ കിടക്കും? സർഫസിൽ കിടക്കും. അടിയിലോട്ടെല്ലാം വാട്ടറായിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യും. പിടികിട്ടിയ? അടുത്ത് നമ്മൾ പറയുന്നതാണ് കലോറിമെട്രി. കലോറിമെട്രി എന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റ് ഓഫ് ഹീറ്റിൻ്റെ മെഷർമെൻറ്റിനെയാണ് എന്ത് പറയുന്നത്? കലോറിമെട്രി എന്ന് പറയുന്നത്. മെഷർമെൻറ്റ് ഓഫ് ഹീറ്റ്, അതാണ് കലോറിമെട്രി. ഹീറ്റ് മെഷർ ചെയ്യുന്നതിനെയാണ്. അപ്പോൾ കലോറിമീറ്റർ എന്ന് പറയുന്ന ഒരു അപ്പാരറ്റസ് ആണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ എന്തുമാത്രം ഹീറ്റാണ് ഹീറ്റിന് മെഷർ ചെയ്യാനായിട്ട് സംഭവമൊന്നുമില്ല അല്ലേ നമ്മുടെ കയ്യിൽ. ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ് നമ്മൾ തെർമോമീറ്റർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഹീറ്റിനെ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് ആണ് ഈ കലോറിമീറ്ററാണ് ഹീറ്റ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അപ്പോൾ ഹീറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് മാറുക. അതായത് നമുക്കറിയാം, നമ്മൾ പ്രധാനമായിട്ട് 3 സ്റ്റേറ്റ് ഓഫ് മാറ്ററാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആണല്ലോ. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. സോളിഡിൽ നിന്ന് ലിക്വിഡ് ആകുന്ന പ്രോസസ്സിനെ എന്ത് പറയും? ഇറ്റ് ഈസ് കോൾഡ് മെൽറ്റിംഗ്. ഓക്കെ, ഇനി ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആകുന്ന പ്രോസസ്സിന് എന്ത് പറയും? വേപ്പറൈസേഷൻ. ഇനി ഗ്യാസ് ലിക്വിഡ് ആകുന്ന പ്രോസസ്സിന് എന്ത് പറയും? കണ്ടൻസേഷൻ എന്ന് പറയും. ഇനി ലിക്വിഡ് സോളിഡ് ആവുന്ന പ്രോസസ്സിന് എന്ത് പറയും? ഫ്യൂഷൻ എന്ന് പറയും. ഇത്രയാണ് പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. സോളിഡ് ലിക്വിഡ് ആവുന്നത് നമ്മളിപ്പോൾ ഐസ് വെള്ളം ആകുമ്പോൾ എന്ത് ചെയ്യും? മെൽറ്റ് ചെയ്യുന്നു എന്ന് പറയും, മെൽറ്റിംഗ്. ഇനി ലിക്വിഡ് ഗ്യാസ് ആവുന്നത് വേപ്പറൈസേഷൻ.
ഇനി ഗ്യാസ് ലിക്വിഡ് ആകുന്നത് കണ്ടൻസേഷൻ, ലിക്വിഡ് സോളിഡ് ആകുന്നത് ഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇനി ഒരു മെൽറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് സോളിഡിൽ നിന്ന് ലിക്വിഡിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ, അതായത് നമ്മൾ പകുതി സോളിഡും പകുതി ലിക്വിഡും ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ ടെമ്പറേച്ചർ ഒരേപോലെ തന്നെ നിൽക്കും. അവിടെ ടെമ്പറേച്ചർ കൂടില്ല. നമ്മൾ എത്രത്തോളം ഹീറ്റ് എനർജി കൊടുത്താലും എല്ലാം ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ ടെമ്പറേച്ചർ കൂടുകയുള്ളൂ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി എങ്ങോട്ടാണ് പോകുന്നത്? അതിന് സോളിഡിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് അത് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ആ ഹീറ്റ് എനർജി ഇറ്റ്സ് യൂസ്ഡ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ്. ഓക്കെ, അങ്ങനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് ഹീറ്റ് എനർജിയാണ് നമ്മൾ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് തരത്തിലുള്ള ലേറ്റൻറ്റ് ഹീറ്റ് പറയുന്നുണ്ട്. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനും. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് പറയാമോ എന്താണ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, എന്താണ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ? ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡിൽ നിന്ന് സോളിഡിലോട്ട് അല്ലെങ്കിൽ സോളിഡിൽ നിന്ന് ലിക്വിഡിലോട്ട് മാറാൻ വേണ്ടിയിട്ട് ആ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി, അതിനെയാണ് എന്ത് പറയുന്നത്? ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാലോ, വേപ്പറായി മാറാൻ വേണ്ടിയിട്ട് എന്തുമാത്രം ഹീറ്റ് എനർജി, ദ amount of heat energy required to change the state from liquid to gases or gas to liquid, that is called the latent heat of vaporization. ഇനി സോളിഡിൽ നിന്ന് ലിക്വിഡിൽ നിന്ന് സോളിഡിലോട്ട് അല്ലെങ്കിൽ സോളിഡിൽ നിന്ന് ലിക്വിഡിലോട്ട് മാറാൻ വേണ്ടിയിട്ട് എന്തുമാത്രം ഹീറ്റ് എനർജി കൊടുക്കണം അല്ലെങ്കിൽ എന്തുമാത്രം ഹീറ്റ് എനർജി വിഡ്രോ ചെയ്യണം. ഒന്നുകിൽ amount of heat energy absorbed or amount of heat energy rejected, ഏത് വേണമെങ്കിലും പറയാം. സോളിഡിൽ നിന്ന് ലിക്വിഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഹീറ്റ് എനർജി അബ്സോർബ്ഡ്, ലിക്വിഡിൽ നിന്ന് സോളിഡിലോട്ട് മാറാൻ വേണ്ടി amount of heat energy rejected. ഓക്കെ, ആ amount of heat എനർജിയാണ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്നും ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്നും പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നതാണ്, തിളച്ച വെള്ളം ദേഹത്ത് വീഴുന്നതാണോ ആവി അടിച്ചിട്ട്, അതായത് നമ്മുടെ ആ സ്റ്റീം അടിച്ചിട്ടുണ്ടാകുന്ന പൊള്ളലാണോ കൂടുതൽ നമുക്ക് കൂടുതൽ ബാഡ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നത്, അതായത് കൂടുതൽ ആഴത്തിൽ നമുക്കത് ഇഫക്റ്റ് ചെയ്യുന്നത് ഏതാണെന്നുള്ളത്. ഏതായിരിക്കും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്? നമ്മൾ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ആവി അടിച്ചിട്ടുള്ളത്, അതായത് സ്റ്റീം, ആവി അടിച്ചിട്ടുള്ള ബേണാണ് കൂടുതൽ നമുക്ക് നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നത്. കൂടുതൽ നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നത് ആവി അടിച്ചിട്ടുള്ളതായിരിക്കും. കാരണം എന്താണ്? ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനാണ് ഓഫ് വാട്ടർ ഇസ് ഗ്രേറ്റർ ദാൻ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. തിളയ്ക്കുമ്പോഴത്തേക്കും അവിടെ 100 ഡിഗ്രി സെൽഷ്യസ് ആകാൻ വേണ്ടിയിട്ടുള്ള ഹീറ്റ് എനർജി, പിന്നെ അവിടെ നിന്ന് ഗ്യാസായി മാറാൻ വേണ്ടിയിട്ട് വീണ്ടും കൂടുതൽ ഹീറ്റ് എനർജി അത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എവിടെയാണ് ഹീറ്റ് എനർജി കൂടുതലുള്ളത്? ഗേഷ്യസ് സ്റ്റേറ്റിലല്ലേ കൂടുതൽ ഹീറ്റ് എനർജി ഉള്ളത്. അതുകൊണ്ടാണ് ആ ഹീറ്റ് എനർജിയാണ് നമ്മുടെ കയ്യിൽ വന്നടിക്കുമ്പോൾ അത് കൂടുതൽ ഇഫക്റ്റ് ചെയ്യുന്നത്. എനർജി ഈസ് മോർ ദെയർ. ഓക്കെ, അടുത്തത് ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫർ 3 തരത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്: കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. കൺവെക്ഷൻ, റേഡിയേഷൻ. ഇതിൽ പ്രധാനം ഒരു സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്, കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിളിൽ നിന്ന് അടുത്ത പാർട്ടിക്കിളിലോട്ട് കൊടുത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങനെ പോകുന്നതായിരിക്കും കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ട്രാൻസ്ഫറിങ് ദ എനർജി ഫ്രം വൺ പാർട്ടിക്കിൾ ടു അനദർ പാർട്ടിക്കിൾ, അതാണ് കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ. കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പാർട്ടിക്കിൾ എണീറ്റ് ചെന്ന് എനിക്കിപ്പോൾ ഇവിടെയാണ് എത്തേണ്ടതെങ്കിൽ ഇങ്ങനെയാണ് ഇവിടെ എത്തിയത് അല്ലേ. ദിസ് വാസ് ദ ഇനിഷ്യൽ പോയിന്റ് ആൻഡ് ദിസ് ഇസ് ദ ഫൈനൽ പോയിന്റ്. പക്ഷേ ഇതാണ് ഇനിഷ്യൽ പോയിന്റ് എന്ന് വെച്ചോളൂ. ഓക്കെ, ഇതാണ് ഫൈനൽ പോയിന്റ്. ഇത് എണീറ്റ് ചെന്ന് ഇവിടെ കൊണ്ട് കൊടുക്കും. അതിനെയാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നുകൊണ്ട് കൊടുത്താൽ മതി, ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ എത്തിക്കോളും. അതാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്കിപ്പോൾ കണ്ടക്ഷൻ പഠിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അയൺ റോഡ് തീയിൽ കാണിച്ചുകൊണ്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കൈ ചൂടാവും.
അല്ലേ? അതിന് കാരണം എന്താണ്? കണ്ടക്ഷനാണ്. ഹീറ്റ് എണീറ്റ് വന്ന് ഇവിടെ ഒന്നും കൊടുത്തില്ല, പകരം എന്ത് ചെയ്തു? അവിടെ നിന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് ഇപ്പുറത്തെ വശത്തെത്തി. അപ്പോൾ അത് ഹീറ്റ് എനർജി എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു അതിൻ്റെ ഏരിയ, ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ, ഇനിഷ്യൽ പോയിന്റിൻ്റെയും ഫൈനൽ പോയിന്റിൻ്റെയും ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ, ലെങ്ത്, ഇതിന് പ്രപ്പോർഷണൽ ആയിരിക്കും. അതിന് ഒരു തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ, അതായത് ദിസ് ഇസ് പ്രപ്പോർഷണൽ ടു ഏരിയ, ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത്. ദിസ് കോൺസ്റ്റന്റ് K is called a coefficient of thermal conductivity. Coefficient of thermal conductivity. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ചോദിക്കും. HL/A × T2 - T1 എന്ന ഫോർമുല യൂസ് ചെയ്തിട്ട് യൂണിറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി കൺവെക്ഷനിലൂടെ വരുന്നതാണ് നമ്മുടെ സീ ബ്രീസും ലാൻഡ് ബ്രീസും. സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ് ഇത് രണ്ടും കൺവെക്ഷൻ്റെ കേസിൽ പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? സീ ബ്രീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതെ സീ ബ്രീസും ലാൻഡ് ബ്രീസും എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയത്ത് നമ്മൾ ഡേ ടൈമും നൈറ്റ് ടൈമും എടുക്കണം. ഡേ ടൈം എടുക്കുമ്പോൾ എന്താണ്? ലാൻഡ് എന്ന് പറയുന്നത് വളരെ വേഗം ചൂടാവും ദാൻ വാട്ടർ. അപ്പോൾ ടെമ്പറേച്ചർ ഓഫ് ലാൻഡ് ഇസ് മോർ ദാൻ ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ, അല്ലേ? പകൽ സമയത്ത്. അപ്പോൾ എന്ത് ചെയ്യും? ഇതിൽ നിന്നുള്ള ടെമ്പറേച്ചർ ഇവിടെ കൂടുതൽ കാരണം ഇവിടുത്തെ വായു, അതായത് ഇവിടുത്തെ എയർ മുകളിലോട്ട് പോകും. അപ്പോൾ എന്ത് ചെയ്യും? വാട്ടറിൽ നിന്ന്, അതായത് സീയിൽ നിന്ന് ലാൻഡിലോട്ട് കാറ്റടിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ എയർ ഇങ്ങോട്ട് മൂവ് ചെയ്യും. അതാണ് സീ ബ്രീസ് എന്ന് പറയുന്നത്. ഡേ ടൈമിൽ ലാൻഡിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാണ്. അവിടെ കൂടുതൽ ടെമ്പറേച്ചർ ആയതുകൊണ്ട് എന്താണ്? അത് വോള്യൂം എക്സ്പാൻഡ് ചെയ്തിട്ട് മുകളിലോട്ട് പോകും. അപ്പോൾ ഇവിടെ കടലിലുള്ള കാറ്റ് എന്ത് ചെയ്യും? എയർ അവിടെ നിന്ന് ഈ വേക്കൻറ്റ് സ്പേസിലോട്ട് അടിച്ചു വരും. അതിനെയാണ് സീ ബ്രീസ് എന്ന് പറയുന്നത്. ഇനി ലാൻഡ് ബ്രീസ് എന്ന് പറഞ്ഞാലോ, നൈറ്റ് ടൈമിൽ ലാൻഡിൻ്റെ ടെമ്പറേച്ചർ കുറവായിരിക്കും, സീയുടെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ്? ഇവിടുത്തെ സീയിലെ ടെമ്പറേച്ചർ കൂടുതൽ കാരണം അവിടുത്തെ എയർ എക്സ്പാൻഡ് ചെയ്ത് മുകളിലോട്ട് പോകും. അപ്പോൾ ലാൻഡിൽ നിന്ന് എയർ എങ്ങോട്ട് മൂവ് ചെയ്യും? സീയിലോട്ട് മൂവ് ചെയ്യും. അതിനെയാണ് എന്ത് പറയുന്നത്? ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും സീ ബ്രീസും ലാൻഡ് ബ്രീസും ഇതിന് കൺവെക്ഷൻ എക്സാമ്പിളാണ്. ഓക്കെ, റേഡിയേഷൻ എന്ന് പറഞ്ഞാലോ, സൺസ് ഹീറ്റ് എനർജി നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? റേഡിയേഷൻ വഴിയിട്ടാണ്, അല്ലേ? അപ്പോൾ അവിടുത്തെ സണ്ണിൽ കിടക്കുന്ന എനർജി എന്ന് പറയുന്നത് നമ്മുടെ അടുത്തെത്തുന്നത് റേഡിയേഷൻ എന്ന പ്രോസസ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വഴിയിട്ടാണ് ഹീറ്റ് എനർജി നമ്മുടെ നമുക്ക് ഇവിടോട്ട് കിട്ടുന്നത്. അതാണ് റേഡിയേഷൻ. അപ്പോൾ ഇത് മൂന്നും പ്രധാനമായിട്ട് നോക്കിക്കൊള്ളണം: കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. അടുത്ത നമ്മൾ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് കൂളിംഗ് dQ/dt is proportional to the difference in temperature. അതായത് കൂളിംഗ് അല്ലേ, കൂളിംഗ് ആകുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ ലോസ് ആണ്. ലോസ് ഓഫ് ടെമ്പറേച്ചർ ഇസ് ഡയറക്ട്ലി റേറ്റ് ഓഫ് ലോസ് ഓഫ് ടെമ്പറേച്ചർ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. ഇതിനെയാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. അതിന് ഒരു ഡെറിവേഷൻ ഉണ്ട്, അതും പ്രധാനമാണ്. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ഓർത്ത് വെച്ചേക്കുക. റേറ്റ് ഓഫ് കൂളിംഗ് ഓർ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, അതിനകത്ത് വരുന്ന ഗ്രാഫും എല്ലാം നോക്കിക്കൊള്ളണം. ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന മെയിൻ പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ലേറ്റന്റ് ഹീറ്റ്, സബ്ലിമേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന മെയിൻ പോയിൻറ്റ്സ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി നല്ലോണം ഒന്ന് റിവൈസ് ചെയ്ത് ഇരുത്തി വായിച്ചോളണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.